ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെട്ട സീറ്റുകൾ തിരിച്ചു പിടിക്കാനുള്ള വ്യഗ്രത കൂടിയാണ്. അപ്പോൾ കൊല്ലത്തേക്ക് വരുമ്പോൾ തുടർച്ചയായി നഷ്ടപ്പെടുന്ന കൊല്ലം കോർപ്പറേഷനിലെ സീറ്റുകൾ തിരികെ പിടിക്കാൻ വോട്ടർമാർക്ക് പരിചിതമായ മുഖങ്ങളെ മത്സരത്തിന് ഇറക്കുകയാണ് LDF. 3 തവണയായി BJP ജയിക്കുന്ന തേവള്ളി ഡിവിഷൻ തിരിച്ചു പിടിക്കാനുള്ള ചുമതല അത്തരത്തിൽ ഒരാൾക്ക് നൽകിയിട്ടുണ്ട്. നൃത്താധ്യാപികയായ യുവ സ്ഥാനാർത്ഥി ലക്ഷ്മി മോഹനാണത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലും നൃത്ത ക്ലാസ് മുടങ്ങാതെ എടുക്കുന്ന സൂപ്പർ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. ഈ തിരഞ്ഞെടുപ്പ് ചൂടിനിടെ ഈ നൃത്ത ക്ലാസ്സിൽ എനിക്കെന്തായിരിക്കും കാരണമെന്നാകും നിങ്ങൾ ചിന്തിക്കുക. കാരണമുണ്ട്. കൊല്ലം കോർപ്പറേഷനിലെ തേവള്ളി ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ കാണണമെങ്കിൽ ഈ നൃത്ത ക്ലാസ്സിൽ തന്നെ വരണം. നമുക്ക് കാണാം ആ സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങൾ. സ്ഥാനാർത്ഥിയുടെ പേര് ലക്ഷ്മി മോഹൻ എന്നാണ്. കുട്ടികൾക്ക് പ്രിയപ്പെട്ട ലക്ഷ്മി ടീച്ചറാണ്. നൃത്ത ക്ലാസിന്റെ തിരക്കിനിടയിലാണ് അല്പസമയം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാലും ഈ സ്ഥാനാർത്ഥി സൂപ്പറാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടീച്ചറോട് തന്നെ ചോദിക്കാം തിരഞ്ഞെടുപ്പിന്റെയും ഈ ഒരു നൃത്ത ക്ലാസിന്റെയൊക്കെ വിശേഷങ്ങൾ. 15 വർഷമായിട്ട് നൃത്തം അഭ്യസിപ്പിക്കുകയാണ്. അതിനിടയ്ക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ടൊരു അവസരം കിട്ടുകയാണ്. എങ്ങനെ കാണും ഈ ഒരു അവസരം? വളരെ സന്തോഷം എനിക്ക് ആ ഒരു അവസരം കിട്ടിയത്. എൻ്റെ അച്ഛൻ സഖാവ് B. മോഹൻകുമാർ രാഷ്ട്രീയത്തിലൊക്കെ നല്ല ഊർജ്ജസ്വലനായ ഒരു നേതാവായിരുന്നു. അപ്പം അച്ഛൻ്റെ ഒരു പിൻഗാമിയാവാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. ഒരുപക്ഷെ കുട്ടികൾക്കെല്ലാം പ്രിയപ്പെട്ട ലക്ഷ്മി ടീച്ചറായിരിക്കും. മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് അവരുടെയൊക്കെ ഒരു റെസ്പോൺസ്? കുട്ടികളുടെ മാത്രമല്ല, ഒത്തിരി പാരന്റ്സ് ഒക്കെ ഉണ്ടാകണമല്ലോ. ഉണ്ട്. എല്ലാവർക്കും ഭയങ്കര അവർക്ക് വിഷമം. പിന്നെ ഇനി മിസ് എങ്ങനെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കും എന്നുള്ളതില്ല. അതിനൊന്നും വിഷമിക്കേണ്ട, ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കും, നിങ്ങളുടെ കൂടെ തന്നെ കാണുമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം വേണമല്ലോ. അതിന്റെ തെളിവാണല്ലോ ഈ തിരക്കിനിടയിൽ പോലും ക്ലാസ്. അതെ. എങ്ങനെയുണ്ട് ഈ നൃത്ത ക്ലാസ് ആണോ രാഷ്ട്രീയത്തിൽ 2-3 ദിവസമായി പ്രചരണം നടത്തുന്നുണ്ട്? എന്താണ് എളുപ്പമായിട്ട് തോന്നുന്നത്? രാഷ്ട്രീയത്തിൽ എനിക്ക് അങ്ങനെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അച്ഛൻ അത് ഉള്ളതുകൊണ്ട് എനിക്ക് അതൊരു തലവേദനയോ അതൊരു ബുദ്ധിമുട്ടോ ഒന്നുമല്ല. രണ്ടും എന്റെ ചോരയിലുള്ള കാര്യം തന്നെയാണ്. അതാണ് എനിക്ക് അതൊരു ബുദ്ധിമുട്ടേ അല്ല. രണ്ടും ഞാൻ അത് ഒരുമിച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഹാൻഡിൽ ചെയ്ത് പൊയ്ക്കോളൂ. ഈ വലിയൊരു പോരാട്ടമൊക്കെ നടത്തിയായിരിക്കും ഈ നൃത്തം അഭ്യസിച്ച് നമുക്കൊന്ന് വഴക്കിയെടുത്തത്. അതിനടുത്തൊരു രാഷ്ട്രീയത്തിൽ അത് വഴക്കിയെടുക്കാനുള്ള ഒരു ശ്രമമാണോ? അത് വന്നോളൂ. അതെനിക്ക് സന്തോഷം തന്നെയാണ്. അത് എനിക്ക് പറ്റുമെന്ന് എനിക്ക് ഉറപ്പ് തന്നെയുണ്ട്. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BJPയുടെ 2-3 തെരഞ്ഞെടുപ്പായി BJP തന്നെ ജയിച്ചുകൊണ്ടിരുന്ന ഒരു വാർഡിലാണ് മത്സരിക്കാൻ പോകുന്നത്. ഈ ഒരു ജനകീയ മുഖം കുട്ടികളുടെ ഇടയിലുള്ള ഈ ഒരു അല്ലെങ്കിൽ വീട്ടുകാരുടെ ഇടയിലൊക്കെ അവർക്ക് അറിയുന്ന വ്യക്തിയാണല്ലോ. അത് പോസിറ്റീവായി തന്നെയാണോ? അതെ, പോസിറ്റീവായിട്ട് തന്നെയാണ്. പിന്നെ ഒരു 10 വർഷമായിട്ട് ഒരേ മുഖമല്ലേ കാണുന്നത്. അപ്പൊ ഒരു വ്യത്യാസം വേണ്ടേ? ജനങ്ങൾ എന്റെ കൂടൊപ്പം നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഈ വാർഡിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത്, ടീച്ചറിന്റെ സ്വന്തം വാർഡാണ്, അറിയുന്നതാണ്, എന്തൊക്കെയാണ് ഇവിടെ ഇല്ല എന്ന് തോന്നുന്നത്? എന്തൊക്കെ നൽകാൻ കഴിയും? ഇനി ഞാൻ വിജയിക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ കച്ചേരിക്കുളം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു പ്രദേശമാണ്. അവിടെ വളരെ ശോചനീയമായ അവസ്ഥയാണ് അവിടെ ഓരോ കുടുംബങ്ങൾക്കും. ഇപ്പോഴും ഇത്രയും ചൂടായ ഒരു സമയത്ത് പോലും അവിടെ വെള്ളക്കെട്ട. അതേപോലെ നമ്മുടെ തേവള്ളി മാർക്കറ്റ്, അതിന്റെ ശോചനീയാവസ്ഥയും ആരും അധികം ഇല്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അത് മനസ്സിലാവും. അതന്നെ പൗൺ പുരയിടം, അവിടെയും വളരെ ഇതായിട്ടാണ് മനുഷ്യർക്ക്. അപ്പൊ അവരുടെ കൂടെ ഒപ്പം ഞാൻ നിൽക്കും. ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും കൂടെ ആർക്കൊക്കെ ആണോ എന്റെ സേവനം വേണ്ടത് ഞാൻ അവരുടെ കൂടെ തന്നെ കാണും. പ്രചരണ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ടീച്ചർ ഇപ്പോൾ എന്തായാലും നൃത്ത ക്ലാസ്സിലാണ്. കിട്ടുന്ന സമയം കുട്ടികളെ അഭ്യസിപ്പിക്കുക, ഒപ്പം തിരഞ്ഞെടുപ്പിൽ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം നല്ല രീതിയിൽ നിറവേറ്റുക എന്നുള്ള ലക്ഷ്യമാണ് ടീച്ചറും നടത്തുന്നത്. എന്തായാലും തേവള്ളി വാർഡിലെ ഈ സ്ഥാനാർത്ഥിയും സൂപ്പറാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.